സംസ്ഥയുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് കന്യാകുമാരിയിൽ നിന്ന് ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. ജിഫ്രിത്തങ്ങളാണ് അതിൻ്റെ ക്യാപ്റ്റൻ. ഇന്ന് തിരുവനന്തപുരത്തെത്തി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ തുടക്കം? ഇന്നലെ കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാ, യാത്ര ഗംഭീരമാണ്. ഇന്ന് തിരുവനന്തപുരം എത്തി. ഇനി വൈകിട്ട് കൊല്ലത്തോടുകൂടി കഴിയുമെന്ന്. തുടർന്ന് 9 ദിവസങ്ങളിലായി അടുത്ത 28-ാം തീയതി കുണിയേൽ മംഗലാപുരത്ത് സമാപിക്കും. ഇൻഷാ അല്ലാഹ് കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള റാലി മുന്നോട്ട് പോകുന്നത്. ഇത് ഭയങ്കര കേഡർ സംവിധാനമാണ്. ജിഫ്രിത്തങ്ങൾ വരുന്നതൊക്കെ എന്താ തമിഴ്നാട് സ്റ്റൈലൊക്കെയാണ് തോന്നിയത്. ഒരു ജാഥ അതിൻ്റെയൊക്കെ ഇല്ല, പഴയ കാലം മുതലേ സുന്നികളെന്ന് പറഞ്ഞാൽ അതൊരു കേഡർ സംവിധാനം ഇല്ലാത്തവരാണ് എന്നൊക്കെ ഒരു ആരോപണം പുറത്ത് ഉന്നയിക്കപ്പെടാറുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു. സുന്നികൾ എല്ലാ അർത്ഥത്തിലും സമസ്തയുടെ കീഴിൽ സെറ്റപ്പാണ്. ഇതിൻ്റെ പ്രോഗ്രാം പരിപാടികളൊക്കെ കണ്ടാൽ ബോധ്യപ്പെടും. ഇനി 2 മാസക്കാലം കേരളം കാണാൻ പോകുന്നതാണ്. അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ സെറ്റപ്പായിക്കൊണ്ട് വലിയൊരു സംവിധാനം കേരളത്തിന് ബോധ്യപ്പെടുത്താൻ പോവുക. മുഖ്യമന്ത്രി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു മതസംഘടനയുടെ പരിപാടിയാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. മലപ്പുറം ജില്ല പറഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവിയൊന്നും ഇതുമായി ഞാൻ കണക്ട് ചെയ്യുന്നേ ഇല്ല എന്നാണ് അത് പറയുന്നത്. അതെ, ഓരോ രാഷ്ട്രീയ പാർട്ടി അവരുടേതായ ആശയങ്ങൾ പറയുമല്ലോ. അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണല്ലോ അവർ വേദികൾ ഉപയോഗപ്പെടുത്തുക. അത് സ്വാഭാവികവും കുറേയേറെ കാര്യങ്ങൾ അത് സത്യമുണ്ടാകും. അതിലപ്പുറം നമുക്ക് അതിനോട് പ്രതികരിക്കാനില്ല. ലീഗ് മൊത്തത്തിൽ വിട്ട് നിൽക്കുകയാണോ? അല്ല, ലീഗ് വിട്ട് നിൽക്കേണ്ട ആവശ്യമല്ല. ഇതെല്ലാവരും കൂടെ സുന്നികളായ മുഴുവൻ ആളുകളും ഒന്നിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ തന്നെ ആവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലീഗുകാരെന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ വിട്ട് നിൽക്കേണ്ടതില്ല, സഹകരിക്കാവുന്നതാണ്. സുന്നികൾ എന്ന നിലക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന വലിയൊരു സംഘമാണ്. ഇത്ര വലിയ പരിപാടി സംസ്ഥാനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് തറവാട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കാണേണ്ടതാണ്. ഇപ്പോൾ അവിടെ മൊയ്ൻ അലി തങ്ങൾ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലാതെ സാദിഖ് അലി തങ്ങളോ മുനവർ അലി തങ്ങളോ അബ്ബാസ് അലി തങ്ങളോ ഒക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു. അവരാരും വന്നില്ല. ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഫസ്റ്റിൽ നിശ്ചയിക്കപ്പെട്ട സാദിഖ് അലി തങ്ങളെയായിരുന്നു. കന്യാകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് അസൗകര്യം ഉള്ളതുകൊണ്ട് അബ്ബാസ് അലി തങ്ങളെ അയക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആവശ്യമായ ടിക്കറ്റും എല്ലാം അങ്ങ് റിട്ടേൺ ഉൾപ്പെടെയുള്ള ഒക്കെ സംവിധാനിച്ചു. ഇന്നലെ ശേഷമാണ് അദ്ദേഹം എത്തില്ല എന്നറിഞ്ഞ്. എന്താ കാരണം എന്ന് നമുക്കറിയില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി സാധാരണ സമസ്തയുടെ വേദികളിൽ എന്നുമുണ്ട്. അത് ഏത് തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നോ? അല്ല, അദ്ദേഹത്തെ ഈ സമ്മേളന വേദിയിൽ എന്തായാലും അദ്ദേഹം ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കും. ഈ വേദിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സമാപനത്തിൽ ഉണ്ടായാൽ മതിയല്ലോ. ഇന്ന് തിരുവനന്തപുരത്തും അങ്ങനെ ലീഗിൻ്റെ ആരെയും കണ്ടില്ല. അല്ല, ലീഗിൻ്റെ ആളുകൾ ക്ഷണിച്ചോ എന്ന് എനിക്കറിയില്ല. അത് അന്വേഷിക്കേണ്ടതാണ്. എനിക്കറിയാത്തൊരു കാര്യമാണ്. സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ ആളുകളെയും ഈ ജാഥയിൽ ഒരിടത്തും ഈ 2 ദിവസമായിട്ടുള്ളൂ കാണുന്നില്ല. നമുക്ക് വളരെ അങ്ങനെ രണ്ടായിട്ടൊരു വിഭജനത്തിലില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന് പറഞ്ഞൊരു ടീമേ ഇല്ല. ഞാൻ ലീഗുകാരനാണ്. ലീഗിനാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്തത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തത് മുസ്ലിം ലീഗിനാണ്. ഞാനെങ്ങനെ ലീഗ് വിരുദ്ധനാവുക? അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. 2 ചില താല്പര്യക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയത്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്നൊരു സംവിധാനമില്ല. ഈ ജാഥയുടെ ഭാഗമായി അപ്പോൾ അബ്ദുൽ സമദ് പൂക്കൂട്ടരും ഓണംപള്ളി മുഹമ്മദ് പോലുള്ള ആളുകളൊക്കെ ഭാഗമാകുമോ ഇനി? അല്ല, ഭാഗമാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ. അബ്ദുൽ സമദ് പൂക്കോട്ടൂരും ഓണംപള്ളിയും ഒക്കെ ദീർഘമായി ഞങ്ങൾ 10-30 കൊല്ലം ഒന്നിച്ച് വർക്ക് ചെയ്ത ആളുകൾ. അവരൊക്കെ ഇതിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് അവരൊക്കെ ഇവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, എല്ലാവരും പങ്കെടുക്കേണ്ട. അതിൽ വിഭാഗീയത പാടില്ല. എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇത് കുണിയിലെത്തുമ്പം പ്രശ്നം കൂടുകയോ കുറയോ? പ്രശ്നം കൂടൂല എന്ന് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ചായിരിക്കും സമ്മേളനം നടത്തുക. വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹമുള്ളത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.